ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. നാളത്തെ കാര്യത്തിൽ പ്രതീക്ഷയുണ്ടല്ലേ? എനിക്ക് വലിയ പ്രതീക്ഷയാണ്, തീർച്ചയായിട്ടും. അതെന്തുകൊണ്ടാണ് പ്രതീക്ഷ? കാരണം ഇന്ന് കോടതിക്ക് മുമ്പിൽ കൃത്യമായി അവരുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങളെ പ്രശ്നം അതിൻ്റെ നിജസ്ഥിതികളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു വലിയ ആത്മവിശ്വാസമാണ് ഈ അമ്മമാരുടെ അഭിഭാഷകർ പങ്കുവച്ചത്. അതായത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം കേസ് ഡയറി പരിശോധിച്ച ശേഷമാണ് നാളെ വിധി പറയാൻ മാറ്റിയത്. അപ്പോൾ അവരുടെ അധികാര പരിധി തന്നെ ഉള്ളതാണ്, അതുകൊണ്ട് വിധി പറയാൻ പറ്റും. സോ അത് ആണ് തീർച്ചയായിട്ടും. അല്ലെങ്കിൽ കേസ് ഒന്നും പരിഗണിക്കില്ല. കേസ് പരിഗണിക്കുന്ന സമയത്ത് അവിടെ വാദം കേട്ടു എന്ന് പറയുന്നത് തന്നെ അതൊരു പോസിറ്റീവ് സിംറ്റമാണ്. അത് വാദം കേൾക്കാതെ കോടതി അത് മാറ്റുമോ എന്നുള്ളതായിരുന്നു നമ്മുടെ ഭയം. പക്ഷേ അത് തീർച്ചയായിട്ടും വാദം കേട്ട സ്ഥിതിക്ക്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം സെഷൻസ് ഇവിടെ പറഞ്ഞല്ലോ ഞങ്ങൾ കേൾക്കുകയല്ല, അപ്പോൾ നിർബന്ധിച്ചാണ് ഇവിടെ കേട്ടത്. അവർ തള്ളുകയും ചെയ്തു. കൂടെ ഒരു മര്യാദ കാണിച്ചു, ക്യാൻ അപ്രോച്ച് എൻ ഐ എ കോർട്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ അതേ സാഹചര്യം അല്ല ഉണ്ടായത്. കോടതി കേട്ടു, പോസ്റ്റർ ഫോർ ഓർഡേഴ്സാണ്. അപ്പോൾ അതിനകത്ത് ജാമ്യം തള്ളുവോ കൊള്ളുവോ ചെയ്യാം. എന്നാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ജാമ്യം അനുകൂലമായ സാഹചര്യം ഉണ്ട് എന്നാണ് ഞങ്ങൾക്ക് കോടതി നിൽക്കുന്നത്. ഒരു കാര്യം കൂടി, ഇപ്പം കേസ് പ്രാഥമിക ഘട്ടത്തിലാണ്, അതുകൊണ്ട് ജാമ്യം അനുവദിക്കരുത് എന്നാണ് പ്രോസിക്യൂഷൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞത്. അത് എതിരായിട്ട് വരില്ല? നോ, ഒരിക്കലില്ല. എല്ലാ കേസിൻ്റെ അവസാനവും പ്രോസിക്യൂട്ടർ ഇതിൻ്റെ ഫാക്റ്റിൽ എവിടെയും ഈ കേസിൽ അവർക്ക് ജാമ്യം കിട്ടേണ്ടതായ സെക്ഷനുകളെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫാക്ടറിലും പ്രോസിക്യൂഷൻ എതിർത്തിട്ടില്ല. ഒരു പ്രൊസീജിയർ മാത്രമാണ് അത് അവിടെ സ്വാഭാവികമായിട്ടുണ്ടാകും. ഇതിപ്പോൾ ഈ കേസ് കഴിയും, കന്യാസ്ത്രീമാർ പുറത്തിറങ്ങും, ഭാവിയിൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഉള്ളൊരു ഇടപെടൽ കേരള ബി.ജെ.പിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവും. 100%. ഇന്ന് എന്നോട് ചോദിച്ചതിലെ ഏറ്റവും നല്ല ചോദ്യമാണ് ഇത്. ഇന്ത്യ മഹാരാജ്യം നമുക്കറിയാം, വൈവിധ്യങ്ങളുടെ ഒരു രാജ്യമാണ്. അവിടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സംഘടനകളുണ്ട്. ഓരോ സംഘടനകളെയും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുമോ? ഇല്ല. പക്ഷെ നമുക്ക് ഇനി ചെയ്യാൻ കഴിയുന്ന കാര്യം, ഞങ്ങൾക്ക് ഈ വിഷയം തന്നെ ഇവരെ റിമാൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇടപെടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും റിമാൻഡിലാകില്ലായിരുന്നു. സ്വാഭാവികമായിട്ടും നാഷണൽ വൈഡ് ബി.ജെ.പി. ആ വിഷയത്തിൽ ഒരു ഗംഭീര തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകുന്നതിനിടയിലാണ് ഈ സംഭവം സംഭവിച്ചത്. എല്ലാ സ്റ്റേറ്റുകളിലെയും ലീഡേഴ്സിനെയും അതുപോലെ സംസ്ഥാനം ഭരിക്കുന്ന ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവരുടെ ഭരണത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉൾപ്പെടുത്തി ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാനൊരു പ്രത്യേക സംവിധാനം അത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും പാർട്ടി അത് പരിഗണിക്കും. കാരണം ഇത് ഇന്നല്ല ഞങ്ങളൊക്കെ അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ട് ചെറുതൊന്നുമല്ല. ഇത് എപ്പോഴും ഇനിയുണ്ടാകാം. ആൾക്കൂട്ട ആക്രമണങ്ങൾ ഇല്ലാതാവണം. ഒരു കാരണവശാലും ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് രാജ്യം കുതിക്കുകയാണ്. മോദിജിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യം കുതിക്കുകയാണ്. അവിടെ ഇത്തരം പുഴുക്കുത്തുകൾ, ഇത്തരം കറകൾ ഇനി നമ്മുടെ രാജ്യത്തുണ്ടാകാൻ പാടില്ല. എല്ലാവർക്കും മതസ്വാതന്ത്ര്യം ഉണ്ടാകണം. അതുമാത്രമല്ല, മതസ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ നിർബന്ധിത മതമാറ്റം ഇവിടെ ആരോപിക്കപ്പെട്ട കുറ്റമാണ്. ഇതവിടെ അറിയാതെ അവർക്കെതിരെ നേരെ നീട്ടപ്പെട്ട കുറ്റമാണ്. അത് ഒരിക്കലും നിർബന്ധിത മതപരിവർത്തനവും ഉണ്ടാകരുത്. മതപരിവർത്തനം ഓരോരുത്തർക്കും എവിടെ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. ആ വിശ്വാസങ്ങളെ ബഹുമാനിക്കുന്നതിനോടൊപ്പം തന്നെ ഈ നിർബന്ധിത മതപരിവർത്തനം അത് എതിർക്കപ്പെടുക തന്നെ ചെയ്യണം. കത്തോലിക്ക സഭയുടെ നിലപാട് അത് തന്നെയാണ്. താങ്ക് യു. എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദേശീയ തലത്തിൽ തന്നെ ഇത്തരം ആൾക്കൂട്ട ആക്രമണങ്ങൾ ക്രിസ്ത്യൻ സമുദായത്തിന് നേരെ ഉണ്ടാവുന്നതിനെതിരെ ഒരു സമിതി പോലെ രൂപീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും നാളത്തെ വിധിയിലാണ് ആകെയുള്ള പ്രതീക്ഷ. ഛത്തീസ്ഗഡിൽ നിന്ന് സ്റ്റീഫൻ മാത്യുവിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.